സങ്കീർത്തകന്റെ പുസ്തകം 84 അധ്യായം 7 വാക്യത്തിൻ്റെ 2 ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. വചനം ഇങ്ങനെയാണ്: അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. ആരാണ് അവർ എന്നത് നമ്മൾ പറയുന്നത് 84:5 നമ്മൾ കാണുന്നുണ്ട്. അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അതായത് അങ്ങയുടെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. സിയോൻ ജെറുസലേമാണ്. ജെറുസലേമിലേക്ക് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നവരെ കുറിച്ചുള്ള വചനമാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ് ഈ 84 സങ്കീർത്തനം. ജെറുസലേം ദേവാലയത്തിൽ അവർ കടന്നു ചെല്ലുകയും അവിടെ അവർ ദൈവത്തെ കാണുകയും ചെയ്യുമെന്ന് സങ്കീർത്തകൻ പാടുകയാണ്. എന്നാൽ ഇതിനൊരു ആത്മീയമായ അന്തരാർത്ഥമുണ്ട്. അതായത് ഇവർ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിൽ അവർ ദൈവത്തെ കാണും. നമ്മൾ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13:13 വായിക്കുന്നു: ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്നതുപോലെ അവിടത്തെ കാണുന്നു, അപ്പോഴാകട്ടെ നമ്മൾ അവിടുത്തെ മുഖാഭിമുഖം ദർശിക്കും. അതായത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും അപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ കാണും. ഇപ്പോൾ കാണും. ഇപ്പോൾ അവിടത്തെ കാണാനുള്ള അഭിഷേകം ഉണ്ടാകും. ഒരുപക്ഷെ കണ്ണാടിയിൽ എന്നതുപോലെ ആയിരിക്കാം, പക്ഷേ അവിടത്തെ കണ്ടുകൊണ്ടേയിരിക്കും. കണ്ണാടിയിലൂടെ കണ്ടാലും മതിയല്ലോ. ദൈവത്തിൻ്റെ മഹത്തായ ആ കാഴ്ച, അവിടുത്തെ ആ ഒരു ദർശനം കിട്ടുക എന്ന് പറയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. അപ്പോൾ കണ്ണാടിയിലൂടെ തന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. ഇനി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുകൊണ്ട് ദൈവത്തെ ദർശിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നു. മാത്രമല്ല അവൻ സ്വർഗത്തിലെത്തുമ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തെ ദർശിക്കുന്നു. അല്ലെങ്കിൽ അവൻ സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമല്ല, ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവത്തെ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കുള്ള ചോദ്യം ഇതാണ്: ഇന്ന് നിൻ്റെ ഈ ജീവിതാവസ്ഥയിൽ നിനക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ഇല്ല എങ്കിൽ ഈ ഒറ്റക്കാര്യമാണ് ചെയ്യേണ്ടത്. അങ്ങനെ സാധിക്കുന്നില്ല, ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒറ്റക്കാര്യം ചെയ്താൽ മതി: പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടുത്തെ ശക്തിയാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടുവാനും അവിടുത്തെ ദർശിക്കുവാനും, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും സ്വർഗത്തിലെത്തുമ്പോഴും അവിടുത്തെ ദർശിക്കുവാനുമുള്ള വലിയ അഭിഷേകം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.